ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ജനുവരി 1-ാം തീയതി ജനിച്ച 5-ാമത്തെ ആൾ മിസ്സിംഗ് ആണ്. താൻ ഇവിടെ വരുമ്പോ ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ഈശ്വരേട്ടൻ മാത്രം. നമ്മളെല്ലാരും കൊണ്ടുവന്നത് ഇവരാണ്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഈശ്വരേട്ടൻ ഇവിടെ വന്നു. പുള്ളിക്കാരനിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. സാറേ, നമ്മളെല്ലാരും വന്നേക്കുന്നത് 2001-ലേക്കാണ്. ഇവിടെ വെച്ചിരുന്ന ഈശ്വരന്റെ ഫോട്ടോ ആരെങ്കിലും കണ്ടായിരുന്നു? സാറൊന്നും പറയണ്ട, ഇന്നലെ വരെ സാറിന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. മരിക്കണതിന് മുമ്പ് ഫോട്ടോ വരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഫോട്ടോ ആയിട്ട് വന്നിരിക്കുന്നു. ഈ ഫോട്ടോ ആയിരുന്നു ഞങ്ങളന്ന് കണ്ടുപിടിച്ച ഫോട്ടോ. പക്ഷെ ഞങ്ങളന്ന് കണ്ടത് പ്രായമായ ഈശ്വരന്റെ ഫോട്ടോ ആയിരുന്നു. ഇപ്പൊ മനസ്സിലായോ ആരാ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടെന്ന്? എന്താ ഈശ്വരട്ടെ ഇതൊക്കെ? നിങ്ങൾ അറിയത് ഇവിടെ ഒന്നും നടക്കില്ലെന്നറിയാം. സത്യം പറ. സാറേ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും? പാർവതി, രമ്യ, എന്റെ കൂടെ ഒന്ന് വരൂ. നിനക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരാ? വട്ടുപിടിക്കുന്നല്ലോ. സാർ, അതൊരു പ്രാന്ത് പിടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഒന്ന് വേഗം വാങ്ങാട്ട് കൊടുക്കടി. കുടിക്കേ. സാറേ, എനിക്കറിയില്ല അത് ആരാണെന്ന്. ഈശ്വരട്ടാ, ഇത് ഈശ്വരൻ്റെ അച്ഛനെങ്ങാനാണോ? അല്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ഈശ്വർ തന്നെ. ഈശ്വർ ഫ്രം ഫ്യൂച്ചർ. മനസ്സിലായില്ല സാറേ? പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ പ്രസന്റ് ടൈം ലൈനിലേക്ക് തിരിച്ചു പോകണം. എന്താ സാർ, ഫോട്ടോ എടുക്കുന്നില്ലേ? അത് വേണ്ട രമ്യ. ഓൾറെഡി നമ്മുടെ പ്രസന്റ് ടൈമിൽ പാർവതി കൊണ്ട് വച്ചിട്ടുണ്ട് അല്ലേ സാറേ? നമുക്ക് പോവാം. പാർവതി, ആ ജഗ് കൊണ്ട് വെച്ചിട്ടോ. പോവാ, വാ. ഏയ്, നേരെ തിരിഞ്ഞേക്ക്. ഇതെന്താ സാറേ നമ്മൾ പകലെത്തിയേ? ശരിക്കും അടുത്ത ദിവസം രാത്രിയല്ലേ നമ്മൾ എത്തണ്ടേ? നമ്മൾ തലേ ദിവസത്തെ നിന്ന് ഇന്നത്തെ ദിവസത്തേക്ക് എത്തുമ്പോഴത്തേനും ഏത് സമയത്താണ് നമ്മൾ പ്രസന്റിൽ നിന്നും തലേ ദിവസത്തേക്ക് പോയത് അതേ സമയത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ ഫോട്ടോ ആയിട്ട് ഗേറ്റ് കിടക്കുന്ന ശ്രീലക്ഷ്മി കണ്ടതും പിറ്റേ ദിവസം പകല് ഞാൻ തിരിച്ചെത്തിയതും. ഭാഗത്തേക്ക് പോവാം. നമ്മളിന്ന് കണ്ടത് പ്രേതത്തിനെ ആത്മാവിനെ ഒന്നുമല്ല, ഈശ്വരൻ്റെ ഫ്യൂച്ചറിനെയാണ്. അതായത് നമ്മളെല്ലാവരും എത്തിയേക്കുന്നത് 2001-ലേക്കാണ്. നമ്മൾ വന്നേക്കുന്നത് 2025-ൽ നിന്ന്. ഞങ്ങളുടെ ലൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ഈശ്വരനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ലൂപ്പിൽ കയറിയ ആരും ഈശ്വരനെ കണ്ടിട്ടില്ല. അല്ല, ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല. അതെന്താ സാർ? കാരണം പുറത്തുള്ള ഈശ്വരൻ അറിയായിരുന്നു നമ്മളെല്ലാവരും 2001-ലേക്കാണ് വരുന്നതെന്നും ഇവിടെ വരുമ്പോൾ 2001-ൽ ജീവിക്കുന്ന വേറൊരു ഈശ്വരനെ കാണാൻ പറ്റുമെന്നും. അപ്പൊ ലൂപ്പിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ പുറത്തുള്ള ഈശ്വരനെ കണ്ടിരുന്നെങ്കിൽ ഇവിടെ അകത്ത് വരുമ്പോൾ ഈ ഈശ്വരനെ കാണുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കിയേനെ അല്ലേ സാറേ? അതെ, അങ്ങോട്ടാണ് യാദൃശ്യമായിട്ട് ഞാൻ വന്നത്. സാറ് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ 6 റിമോട്ട് കീ വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ ആ കൂടി ഒരു റിമോട്ട് കീ അല്ലേ ഉള്ളൂ. അഥവാ ഇങ്ങനെ റിമോട്ട് കീ കിട്ടിയാലും നമ്മൾ 6 പേര് ഒരുമിച്ചുണ്ടെങ്കിലല്ല പുറത്തു പോകാൻ പറ്റൂ. ഇപ്പൊ നമ്മള് 7 പേരില്ലേ? അതും 2025 തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ആ, കഴിഞ്ഞ ലൂപ്പിൽ ഞാൻ തലേദിവസത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര സമയമാണ് ഞാൻ തലേദിവസം ചെലവഴിച്ചത്? അത്രയും സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസന്റിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ലൂപ്പിൽ അങ്ങനെയല്ല. എത്ര സമയം ഞാൻ തലേദിവസം ചെലവഴിച്ചു കഴിഞ്ഞാലും ഞാൻ പ്രസന്റിൽ നിന്ന് എപ്പോഴാണോ പോയത് അതേ സമയത്തേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷെ അതും ഇപ്പോൾ നടക്കുന്നതായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. നമ്മൾ 2025-ൽ നിന്നും പുറകോട്ടാണ് വന്നത്. സോ നമ്മൾ തിരിച്ചു പോകുന്നതും എപ്പോഴാണോ അവിടെ നിന്ന് വന്നത് അതേ ദിവസത്തേക്ക് തന്നെ തിരിച്ചെത്തും. പിന്നെ ഇതെല്ലാം ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഇവിടെ കിടന്നൊന്ന് അറിയിക്കുന്നതിന് നല്ലത് അത് തന്നെയാണോ? അപ്പൊ നമുക്ക് 2025-ൽ തിരിച്ചെത്താം അല്ലേ? അതിനുള്ള ഉത്തരവ് ഈശ്വർ തന്നെ പറയണം. ഞാനോ? ഞാനെന്തു പറയാ? എനിക്കൊന്നും അറിയില്ല. എടോ താണല്ലടോ പുറത്തുള്ള ഈശ്വർ.
അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടെ തലേദിവസത്തേക്ക് പോയിട്ട് അങ്ങേരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയാലോ? വേണ്ട, തലേ ദിവസത്തേക്ക് പോകണ്ട. ഏ? ഇന്ന് അങ്ങേര് ഇവിടെ വരും. ഞാൻ അങ്ങേരോട് സംസാരിക്കും. അതെങ്ങനെ? വരും. അങ്ങേര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും. സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടേ ഉള്ളൂ. അതേപോലെ ഇതും നടക്കും. ആണെന്നില്ലല്ലോ വൈശാഖ. വന്നല്ലോ. എന്തായിരിക്കും ഇങ്ങനെ അവിടെ പറയുന്നത്? എനിക്കറിയില്ല. ഞാൻ മരിക്കും. ഇവിടെ നടക്കുന്നതെല്ലാം വീണ്ടും ആവർത്തിക്കും. എന്നെ രക്ഷപ്പെടുത്തണം. നീ ചിന്തിക്കുന്ന രീതി മാറണം. നീ ചിന്തിക്കുന്ന രീതി മാറണം. ഞാൻ മരിക്കും. നീ ചിന്തിക്കുന്ന രീതി മാറണം. ഈ ലൂപ്പ് വീണ്ടും ആവർത്തിക്കും. നീ ചിന്തിക്കുന്ന രീതി മാറണം. നീ ചിന്തിക്കുന്ന രീതി മാറണം. നീ ചിന്തിക്കുന്ന രീതി മാറണം. ഞാൻ മരിക്കും. ദേ പോയി. വാ 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 വാ. എന്താ സാറേ, നമുക്കിവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലേ? അയാളെന്താ സാറിന്റെ കൈ പിടിച്ച് പറഞ്ഞേ? സാറേ സാറേ സാർ എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈശ്വർ നമുക്കിവിടെ നടന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നെ ഇവിടെ കാണിച്ച്. അതിൽ ആരൊക്കെ മരിക്കുന്നുണ്ട്? ഈശ്വർ മരിക്കുന്നത് അല്ല, ഈശ്വർ കൊല്ലപ്പെടുന്നത്. ആരോ ഈശ്വരനെ തോക്കുകൊണ്ട് കൊലപ്പെടുത്തുന്നതാണ് ഞാൻ കണ്ടത്. ആർക്കോ ഇവിടെ നിന്ന് ഒരു തോക്ക് കിട്ടുന്നുണ്ട്. തോക്കൊണ്ടുമല്ല മാത്രം ഇവിടെ എന്ത് പ്രശ്നമുള്ളത്? എനിക്കറിയില്ല. ഈശ്വർ എന്നെ ഒന്നിലധികം പ്രാവശ്യം എല്ലാം കാണിച്ചു. അതായത് നമുക്കിപ്പോൾ നടന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് പ്രാവശ്യം നമുക്കിടയിൽ നടന്നതാണ്. അതുകൂടാതെ തന്നെ ഈശ്വരൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചിന്തിക്കുന്ന രീതി മാറണമെന്ന്. നമ്മളെങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങേണ്ടെന്ന് പറഞ്ഞോ? ഇതിപ്പോ ഒരു ഒറ്റ റിമോട്ട് കീയുള്ള സ്ഥിതിക്ക് നമുക്ക് ഓരോരുത്തർക്കും മാറി മാറി നിൽക്കി നോക്കിയാലോ? അതിന് ഒരേ സമയം ഞെക്കണമെന്നല്ലേ പറയുന്നത്? ഒരേ സമയം. രമ്യ, താനിപ്പോ എന്താ പറഞ്ഞേ? റിമോട്ട് ഒരേ സമയം ഞെക്കണമെന്ന്. നിങ്ങൾ 6 പേരും നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് കീ ഒരേ സമയം ഞെക്കണം. യെസ്, അതിലെഴുതിയേക്കുന്ന റിമോട്ട് കീ ഒരേ സമയം ഞെക്കണമെന്നാ, അല്ലാതെ എത്ര റിമോട്ട് കീ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്തിറക്കാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു താക്കോല് തന്നെ ധാരാളം മതി. പക്ഷെ ഡിസംബർ 31-ാം തീയതി നമുക്ക് ഈ ഗേറ്റ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിക്കും. അല്ല സാറേ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇവരൊക്കെ രക്ഷപ്പെടുമല്ലോ. ഇവരെങ്ങനെയെങ്കിലും സാറ് പുറത്തിറക്കണം. ഈശ്വരേ, നമ്മളെല്ലാരും ഇവിടെ നിന്ന് പുറത്തിറങ്ങും. അതിപ്പോ എന്ത് ചെയ്തിട്ടാണെങ്കിലും. മനസ്സിലായ? ഈശ്വരേട്ടൻ പേടിക്കണ്ട, സാറ് പറഞ്ഞല്ലേ. നിങ്ങളെല്ലാരും പോയി കിടന്നുറങ്ങിക്കോ. നാളെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. ചെല്ലേ.
സാർ ഇന്നലെ പറഞ്ഞതുപോലെ ഈശ്വരൻ ചേട്ടൻ വന്നു, അങ്ങേരോട് സംസാരിച്ചു. അതെങ്ങനെ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് പുറത്തുള്ള ഈശ്വരനോട് സംസാരിക്കണമെന്ന്. അത് ഞാൻ പറഞ്ഞത് ഈ ഈശ്വരൻ്റെ മുന്നിൽ വെച്ചാണ്. നമ്മൾ ഈ ഈശ്വരൻ്റെ അടുത്ത് എന്തൊക്കെ പറയുന്നോ അതൊക്കെ പുറത്തുള്ള ഈശ്വരന് അറിയാൻ പറ്റും. കാരണം പുറത്തുള്ള ഈശ്വരൻ്റെ പഴയ കാലമാണ് ഈ ഇരിക്കുന്ന ഈശ്വരൻ. നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി നടന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ പുറത്തുള്ള ഈശ്വരൻ നമ്മളിവിടെ മനഃപൂർവ്വം കൊണ്ടുവന്ന് പെടുത്തിയൊന്നുമല്ല. നമ്മളെ കൊണ്ട് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഈ ലൂപ്പ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ പുറത്തുള്ള ഈശ്വരൻ്റെ പഴയകാല ജീവിതം തിരിച്ചു കിട്ടും. സാർ ഓൾറെഡി ഈ ലൂപ്പ് ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാണോ ഞങ്ങൾ രക്ഷിക്കാൻ സാറിനെ ഇങ്ങോട്ട് വിട്ടത്? എന്നെ ഇങ്ങോട്ട് വിട്ടതല്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. ആ ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ജനുവരി 1 ജനിച്ചവരെ മാത്രം ഈ ലൂപ്പിലേക്ക് കൊണ്ടുവന്നതെന്ന്. എന്തുകൊണ്ടാണ് സാർ? അതായത് പുറത്തുള്ള ഈശ്വർ ഓരോ ആളുകളെയും വെച്ച് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാൻ ട്രൈ ചെയ്യുമായിരുന്നു. അതിന് അങ്ങേര് തിരഞ്ഞെടുത്തൊരു മാർഗം മാത്രമാണ് ജനുവരി 1 എന്നുള്ള പാറ്റേൺ. അതിപ്പോൾ പുള്ളിക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും സ്വീകരിക്കാം. അങ്ങനെ ട്രൈ ചെയ്ത് വന്നപ്പോഴാണ് 2025 ഞാൻ ഈ ലൂപ്പ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ ലൂപ്പ് ക്ലോസ് ആയോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓരോ മിസ്സിംഗ് കേസും അന്വേഷിച്ചത്. അതിൽ ജനുവരി 1 ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ മിസ്സായാൽ അവർ ഈ ലൂപ്പിൽ തന്നെ പെട്ടുകിടക്കാന്ന് സാറിന് മനസ്സിലാവൂലേ? അതെ. അപ്പോൾ സാറിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ജനുവരി 1 എന്നുള്ള പാറ്റേൺ പിടിച്ചത് അല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റും? ഞാനിവിടെ എത്തിയത് ഒക്ടോബർ 14, അകത്ത് കയറിയപ്പോൾ ഒക്ടോബർ 15, വന്നിട്ടിപ്പോൾ 4 ദിവസമായെങ്കിൽ ഒക്ടോബർ 18. കണക്കൂട്ടി നോക്കുവാണെങ്കിൽ ഇനി 74 ദിവസം കൂടി. അപ്പം നമുക്കിവിടെ നിന്ന് പുറത്തിറങ്ങാൻ 74 ദിവസം ഉണ്ടല്ലേ? എല്ലാവർക്കും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഞാൻ മരിക്കാൻ 74 ദിവസം മാത്രം. ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതെന്താ സാർ? നമ്മൾ ഈ വീട്ടിലെ അവസാനത്തെ ദിവസം. നമ്മുടെ ഓർമ്മകളൊക്കെ എല്ലാം ഇവിടം വെച്ച് തീരുവാണ്. നമ്മൾ ഈ ഗേറ്റിലൂടെ ഇറങ്ങിപ്പോൾ 74 ദിവസം പിന്നിട്ട ഡിസംബർ 31 എത്തും. അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഒട്ടും വേണ്ട സാർ, നമുക്കങ്ങ് പോയേക്കാം. അതെ സാർ. എന്താ ഈശ്വരേ, പേടിയാവുന്നുണ്ടോ? പേടിയൊന്നുമില്ല സാറേ. ആദ്യം ഈ ലൂപ്പിലകപ്പെട്ടപ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. ഇവരങ്ങോട്ട് വന്നപ്പോൾ ഒറ്റപ്പെടലുണ്ട്. പിന്നീട് സാർ അങ്ങോട്ട് വന്നപ്പോൾ വലിയൊരു പ്രതീക്ഷയായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷ ഇല്ലാണ്ടാവും. ഈശ്വരേ, താനിങ്ങനെ സങ്കടപ്പെടല്ലേ. ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെല്ലാവരും ഞാൻ ഇവിടുന്ന് പുറത്തിറക്കുമെന്നു. എടോ, തനിക്ക് എൻ്റെ ഭാര്യനെ കാണാൻ പറ്റും. തൻ്റെ ഭാര്യയായിട്ട് തനിക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് വരാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം തനിക്ക് ഓർമ്മിക്കാൻ പോലും പറ്റാത്തൊരു ദുസ്വപ്നമായിട്ട് താനെല്ലാം മറക്കുകയും ചെയ്യും. പിന്നെ പുറത്തുള്ള ഈശ്വർ ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാണോ? ചേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ റെഡിയാ. വാ സാറേ, നമുക്ക് പോവാം. അപ്പൊ എങ്ങനെ പോവല്ലേ? ബാ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഈ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ 74 ദിവസമാവും. ഇപ്പം എങ്ങനെ, റെഡിയല്ലേ? എന്താ ഈശ്വരേ? സാറേ, നാളെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഒരുപക്ഷെ ഞാൻ മരണപ്പെട്ടു പോയേക്കാം, അല്ലെങ്കിൽ ജീവനോടെ പുറത്തിറക്കാം. എന്ത് തന്നെയാണെങ്കിലും നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇന്നൊരു ദിവസം അതെനിക്ക് വേണം. അതെ സാർ, ഇത്രയും നാൾ ഈ വീട്ടിലുണ്ടായിട്ടും ഞങ്ങൾക്ക് അറിഞ്ഞൊന്നും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഈ ദിവസം അത് ഞങ്ങൾക്ക് വേണം. പുഞ്ചിരി തെന്നലായി വിൺമൊഴി കാതിലായി പരിചിതമേറും നേരം ഉള്ളിനുള്ളിൽ പ്രിയമായി മാറും കഥകൾ. പുഞ്ചിരി തെന്നലായി വിൺമൊഴി കാതിലായി
നെഞ്ചകം തൊട്ടുവോ സാർ ഇനി അതി പറയുന്ന പോലെ ഞാൻ മരിച്ചാലേ ഗേറ്റ് അടയോളെങ്കിലും താൻ വെറുതെ അനാവശ്യ കാര്യം പറയല്ലേ, അങ്ങോട്ട് ചെല്ലി, അങ്ങോട്ട് മാറിക്ക്. സാറേ ഇനി എത്ര നേരം കൂടെ കാത്തിരിക്കണം? അറിയില്ല, ഇത് അടയണവരും കാത്തിരിക്കേണ്ടി വരും. എനിക്കൊന്നും തോന്നണല്ലോ ഇത് അടയൊന്നും. സാറ് പറ ഇനി എന്താ ചെയ്യണ്ടേ? അവിടെ ഞാൻ പറഞ്ഞല്ലേ, ഈ ഗേറ്റ് അടയണവരും കാത്തിരിക്കണം. ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. സാറ് പറഞ്ഞതുപോലെയല്ല ഇതുവരെ എല്ലാം നടന്നത്. ഈ കാര്യത്തിൽ മാത്രം സാറിന് ഉറപ്പ് പറയാൻ അതിന് പറ്റും. ഇങ്ങേര് പറയുന്ന പോലെ ഇതിനകത്ത് 6 പേരായെങ്കിലേ ഈ പണ്ടാരം അടയുള്ളൂ. അതിന് ഇതിനകത്ത് ഒരാൾ ഇല്ലാണ്ടാവണം, അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കണം. വൈശാഖേ, വെറുതെ അനാവശ്യം പറയരുത്. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വേറെ വഴിയൊന്നുമില്ല സാറേ. ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ കൊണ്ടുവന്ന് തോക്ക് വെച്ചിട്ടല്ലേ ഈശ്വരനെ വരിക്കുന്നത്? വൈശാഖേ, തമാശ കളിക്കല്ലേ. ആ തോക്കും കിടന്നാ താനെന്തിനാ തോക്കിന്റെ അകത്ത് കയറ്റിയത്? സാർ മാറിക്കേ, സാറിന് ഇറങ്ങണ്ടി നരകത്തിന്ന്. എനിക്കൊരാളെ കൊന്നിട്ടേ ഈ ഗേറ്റ് പുറത്ത് പോകണ്ട. പിന്നെ ഇയാൾ മരിച്ചു ഗേറ്റ് അടയൊന്ന് തന്റെ അടുത്ത് ആരാ പറഞ്ഞത്? ഇയാൾ ചത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 6 പേരാവും. അപ്പൊ ഈ ഗേറ്റ് താൻ തന്നെയല്ലേ പറഞ്ഞത്? വൈശാഖേ, തമാശ കളിക്കല്ലേ. ആ തോക്കും കിടന്നാ തോക്ക് തോക്ക് തരാനാ പറഞ്ഞത്. അച്ഛനോ? അതെ, എന്റെ അച്ഛൻ തന്നെ. അമ്മേ, ആ സാറേ, ആ ഞാൻ ഒരാളെയും കൂട്ടി വരാം. ആ ശരി ശരി, ഓക്കെ. മോളെ നീ ഇരിക്കും. മോളെ, നിനക്ക് ഈ നാട്ടിൽ തന്നെ നിന്നൂടെ? മമ്മ, ഐ എം ജസ്റ്റ് ആൻ അൺലക്കി ഗേൾ. ഞാൻ ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ലതൊന്നും നടന്നിട്ടില്ല. പിന്നെ അച്ഛനെ കൊന്നൂന്നുള്ള ചിത്തപ്പേരും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ബിലോങ് ഹിയർ. ദേ, നീ ഇപ്പൊ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. ആ അതൊക്കെ പോട്ടെ, മോള് നമ്മുടെ വീട് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ അവിടെ ആരാ വാടകയ്ക്ക് താമസിക്കുന്നത്? ആ അവരാ മോളെ ഇപ്പൊ എന്നെ വിളിച്ചത്. ഒരു ബാങ്ക് മാനേജറും കുടുംബം അവിടെ താമസിക്കുന്നത്. ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മയുണ്ട്, കിടപ്പില. അവരെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സ് വരാന്ന് പറഞ്ഞിട്ട് അവരും വന്നില്ല. പക്ഷെ അമ്മ ഒരു പെൺകുട്ടിക്ക് റെന്റിന് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? ആ പെങ്കൊച്ചന്റെ കാര്യമൊന്നും പറയണ്ട. അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുവാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാ. ഞാൻ അഡ്വാൻസ് എമൗണ്ട് മേടിക്കാൻ ചെന്നപ്പോ പിന്നെ അവളെ പറ്റി ഒരു വിവരവും ഇല്ല. നമുക്കെന്തായാലും അവിടെ വരെ ഒന്ന് പോവാം. അവിടെ പൈപ്പ് പൊട്ടിയിട്ട് പ്ലംബർമാരെ വിളിച്ചിട്ട് ആരും വരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഒരാൾ വരാന്ന് പറഞ്ഞതാ, പിന്നെ അവനെ ആ വഴിക്ക് കണ്ടിട്ടില്ല. ആ ഇവിടെ അടുത്തുള്ളൊരു പയ്യൻ വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതെന്തായാലും നന്നായി. എന്നെ വർക്ക് കഴിഞ്ഞിട്ടൊന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കാൻ പറയണം. അമ്മ എന്തായാലും വേഗം റെഡിയാവും. ആ ഓക്കെ മോളെ, ശരി.
ചേച്ചിയോ? സാറേ ദേ ഇതാണ് എൻ്റെ മോള്. മോളോ? മകളെ കാണുന്നില്ല. ആരെങ്കിലും ഒരാൾ പറ. ജനുവരി 1-ാം തീയതി ജനിച്ച 5-ാമത്തെ ആള് മിസ്സിംഗ്. പുതിയ ആള് വന്നിട്ടുണ്ടല്ലോ. നീ പറഞ്ഞു മനസ്സിലാക്കി. ദേ കുട്ടി, താൻ പേടിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. തനിക്ക് ഞാൻ ഗേറ്റ് വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. കുട്ടി കരയണ്ട. ആദ്യം കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശീലമായിക്കോളും ഞങ്ങളെപ്പോലെ. ഞാൻ പാർവതി, ഇത് ഈശ്വരേട്ടൻ. ഈ വീടൊക്കെ ഈശ്വരേട്ടൻ്റെയാ. എല്ലാവരും വിചാരിച്ചു ഞങ്ങളുടെ പെട്ടുപോയത് കൊണ്ടാണ് കരുതുന്നത്. പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം എൻ്റെ അച്ഛനെ നേരിൽ കണ്ട ദിവസം, എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞ ദിവസം. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞത്. അന്നൊട്ട് ഇന്ന് വരെ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ ശ്രമിച്ചിട്ടുള്ളൂ, ചിന്തിച്ചിട്ടുള്ളൂ. കളിക്കല്ലേ നീ? എന്റെ ഭാര്യ കൊച്ച് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. താൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അവർക്ക് അവിടെ തന്തയെ തിരിച്ചു കിട്ടി. ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യ കൊച്ചു എന്ത് ചെയ്തോ? ബാക്കിയുള്ളവർക്ക് അച്ഛനമ്മയും കാണണ്ടേ? ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി ബാക്കിയുള്ളവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. വൈശാഖെ, നമ്മളിന്ന് ഈശ്വരനെ ഇവിടെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ലൂപ്പ് ഇവിടെ ആവർത്തിക്കും. ഇവിടെ നടന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി നടന്നതാണ്. അതൊന്നും എനിക്കറിയണ്ട. എന്റെ കൊച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് എന്താ സംഭവിച്ചൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. എന്റെ കൊച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ആരും. വൈശാഖെ, താനൊരു കാര്യം മനസ്സിലാക്കണം. താൻ തന്റെ മകന് വേണ്ടിയിട്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ദുഃഖിക്കേണ്ടി വരും. എല്ലാ ജീവനും ഒരേപോലെയാണ്. താനാ തോക്കിങ്ങടുക. നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടാന്ന് നോക്കാം. ഇങ്ങേരുന്ന് ഇവിടെ മരിക്കാൻ പാടില്ല. നോക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇത്രയും വലിയ വീടോ? എടോ, എനിക്ക് ഒറ്റക്ക് താമസിക്കാനാ. താനെന്തോ 5000 രൂപയുടെ വീടുണ്ടെന്ന് പറഞ്ഞല്ല. എടോ, ആ വീട് തന്നെയാണ് ഈ വീട്. ഈ വീടാ? ഇത്രയും വലിയ വീടാ? എടാ, തന്നിങ്ങാട് കൊണ്ടുവന്ന അതേ ബ്രോക്കറിനോട് ഞങ്ങളെ കൊണ്ടുവന്നു. ഈ ഗേറ്റിന് അപ്പുറത്ത് കിടന്ന തിരിച്ചു വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാ. ജനുവരി 1. ജനുവരി 1? എന്റെയും ജനുവരി 1ആണല്ലോ. എന്റെയും ജനുവരി 1ആണല്ലോ. ജനുവരി 1. പക്ഷെ രക്ഷപ്പെടാൻ നമുക്ക് ഈ ഡേറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നിലേക്ക് വീടില്ലേ, അപ്പോൾ ഒരു ദിവസം പുറകിലേക്കാണ് ഞാൻ പോയത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന 6 പേരിൽ ഒരാൾക്ക് എന്നെ മനസ്സിലായില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ശിക്ഷ മരണമൊന്നും അല്ല സാറേ. ജനുവരി 1-ാം തീയതി ജനിച്ച 5-ാമത്തെ ആള് മിസ്സിംഗ്. സാറേ, നമ്മളെല്ലാരും വന്നേക്കുന്ന 2001-ലേക്കാണ്. അല്ല, സാറൊന്നും ഇവിടെ അല്ലേ കിടന്നേ? സാറ് കണ്ടില്ലേ ഇവിടെ ആരെ കൊണ്ടിട്ടേന്ന്? അവിടെ ഞാൻ പറഞ്ഞല്ലേ, ഈ ഗേറ്റ് അടങ്ങാൻ കാത്തിരിക്കണം. ചിന്തിക്കുന്ന രീതി മാറണം. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇത്രയും വലിയ വീടോ? എന്റെ പൊന്നു സാറേ, ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റും. ഞാൻ പിന്നിലേക്ക് വീടില്ലേ, അപ്പോൾ ഒരു ദിവസം പുറകിലേക്കാണ് ഞാൻ പോയത്. എനിക്കങ്ങനെ തോന്നുന്നില്ല സാറിന് ആള് മാറിയതായിരിക്കും. സാറേ, നമ്മളെല്ലാരും വന്നേക്കുന്ന 2001-ലേക്കാണ്. നടക്കുന്നതെല്ലാം വീണ്ടും ഇതാണ് ഞാൻ പറഞ്ഞ വീട്. സാറേ, നമ്മളെല്ലാരും വന്നേക്കുന്ന 2001-ലേക്കാണ്. നീ ചിന്തിക്ക, ഈ നടക്കുന്നതെല്ലാം വീണ്ടും ആവർത്തിക്കും. നീ ചിന്തിക്കുന്ന രീതി മാറണം. നീ ചിന്തിക്കുന്ന രീതി മാറണം. ഈ നടക്കുന്നതെല്ലാം വീണ്ടും ആവർത്തിക്കും. ചിന്തിക്കുന്ന രീതി മാറണം.
നീ ചിന്തിക്കുന്ന രീതി മാറണം. ഈ നടക്കുന്നതെല്ലാം വീണ്ടും ആവർത്തിക്കും. നീ ചിന്തിക്കുന്ന രീതി മാറണം. ഈ നടക്കുന്നതെല്ലാം വീണ്ടും ആവർത്തിക്കും. നീ ചിന്തിക്കുന്ന രീതി മാറണം. സാറിത് എവിടെ പോയതാ? കാര്യം പണിയെടുത്തല്ലേ സാറേ? കാണിക്കുന്നേ എവിടാ നീ കൊണ്ടുവന്ന തോക്ക്? തോക്കോ? ഏത് തോക്ക്? എവിടെ കൊണ്ടാണ് നീ തോക്ക് ഒളിപ്പിച്ച് വെച്ചേക്കണ? ഏത് തോക്കിനെ കുറിച്ച് സാർ പറയുന്നത്? പാർവതി, നീ ഇവന്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്തേ. ഞങ്ങൾ ഇതുവരെ വൈശാഖിന്റെ കയ്യിൽ തോക്ക് കണ്ടിട്ടില്ല. പിന്നെ സാറ് മാത്രം ഇത് എവിടെ നിന്ന് കണ്ടു? അഥവാ തോക്കുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് ആർക്കൊരു ദോഷം വന്നിട്ടില്ലല്ലോ, പിന്നെന്താ? ഇപ്പൊ ഒരു ദോഷം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ നാളെ അത് മാറും. ഈശ്വരൻ നാളെ ഇവിടെ കൊല്ലാൻ പോകുന്നതേ ഇവനാണ്. അതായത് നിന്റെ അച്ഛനെ നാളെ കൊല്ലാൻ പോകുന്നത്. അച്ഛനോ? അതെ, അച്ഛൻ തന്നെ. അന്ന് ഈശ്വരൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അങ്ങേരുടെ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തിരിച്ചു വന്നിട്ട് ഈ ഗേറ്റ് അടച്ചപ്പോൾ ഇതെല്ലാം സംഭവിച്ചതെന്ന്. അന്ന് അങ്ങേരുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഡിസംബർ 31 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഇവള് ജനിച്ചു. അല്ലേ ശ്രീലക്ഷ്മി? സാറേ തോക്ക്. സത്യം പറ വൈശാഖെ, നീ എന്തിനാ ഈ തോക്കിന്റെ കൊണ്ടുവന്നത്? പ്ലംബിംഗ് വർക്കിന് വന്ന് നിനക്ക് എന്തിനാണ് നീ തോക്ക്? വൈശാഖേട്ടാ, വൈശാഖന്റെ കയ്യിൽ എവിടെ ഈ തോക്ക് വന്നേ? സത്യം പറ വൈശാഖേട്ടാ. ഞാനാരും കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ല. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു കോൾ വന്നിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തോക്കിന്റെ കാര്യം എന്തായി? താൻ റെഡിയാ, പക്ഷേ പേയ്മെന്റ് കുറച്ച് കൂടുതൽ വേണം. റിസ്ക് ഗെയിമാ. എന്തെങ്കിലും അന്വേഷണം വന്നാലേ ഞാൻ കൊടുക്കും. ബ്രോ, എന്താണ് നമ്മൾ ഡീല് പറഞ്ഞതല്ലേ? ഒന്നും നടക്കില്ല. മേടിക്കാൻ വേറെ ആളുണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ പറ, ഇല്ലെങ്കിൽ വേറെ മറിക്കും. ശരി, ഡീല് ഇന്ന് തന്നെ എത്തിക്കാൻ പറ്റുമോ? ഞാൻ ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, വിളിക്കാം. എൻ്റെ കൊച്ചിനെ ചികിത്സിക്കാൻ കാശില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശുണ്ടാക്കണമെന്ന് ഞാൻ ആലോചിച്ചോളൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പെട്ടത്. തോക്കും എൻ്റെ കയ്യിലായി പോയി. അല്ലാതെ ഞാനിതൊരു ആവശ്യത്തിന് കൊണ്ടുവന്നതല്ല. സാർ, നാളെ ഇനി എന്താ നടക്കാൻ പോകുന്നത്? എല്ലാവരും അറിയാൻ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈശ്വര ഇവിടെ ജീവനോടെ ഉണ്ടാകണം. ഈശ്വരോടെ മരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ലൂപ്പിൽ വന്ന് പെട്ടുപോകുന്നത്. 2025 ഞങ്ങൾ ഈ ലൂപ്പിൽ പെട്ടതും ഈശ്വരോടെ മരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എനിക്കറിയാം, ഈ ഗേറ്റ് ഇവിടെ അടഞ്ഞെങ്കിൽ മാത്രം നമ്മുടെ കയ്യിലുള്ള റിമോട്ട് കീ വെച്ച് നിൽക്കി നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റൂ. അഥവാ എങ്ങനെ ഈ ഗേറ്റ് അടഞ്ഞില്ലെങ്കിൽ യാതൊരു കാരണവശാലും ഈശ്വരനൊന്നും സംഭവിക്കരുത്. ഈശ്വരോടെ വീണ്ടും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല വീണ്ടും ഈ ലൂപ്പിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ തലേ ദിവസത്തേക്ക്, അതായത് ഇപ്പം ഞാനിത് ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാം ഇത് അറിഞ്ഞത്. ഇല്ല സാറേ, ഞാനൊരു അഭിയോഗം കാണിക്കില്ല. എനിക്ക് എങ്ങനെയാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രം മതി. അതിപ്പോൾ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് അന്നത്തേക്ക് തന്നെ തിരിച്ചെത്തുമല്ലോ അല്ലേ? എനിക്കെൻ്റെ കൊച്ചിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. സാറേ, ഇനി നമ്മളെങ്ങനെ പുറത്തിറങ്ങും? എനിക്കറിയില്ല, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം. പക്ഷേ ഇനി അഥവാ എങ്ങനെ ആ ഗേറ്റ് അടഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും തലേദിവസത്തേക്ക് പോകും. അതായത് ഡിസംബർ 31 30 പോകും. അപ്പോൾ ഗേറ്റിനെ അടഞ്ഞില്ലെങ്കിൽ നമ്മളിനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത് ഡിസംബർ 30 തീയതി നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ തന്നെയല്ലേ? വൈശാഖെ, ഞാൻ ഒന്നുകൂടെ നിന്നെ വിശ്വസിക്കാൻ പോവാ. നാളത്തെ ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് ഇന്ന് പൊരുത്തണം. മോളെ, സാവിത്രിക്ക് സുഖമല്ലേ? അച്ഛൻ പേടിക്കണ്ട, നമ്മളിവിടെ നിന്ന് എന്തായാലും പുറത്തിറങ്ങും. ഈശ്വരട്ടാ, ഈശ്വരട്ടാ, ഞാൻ അത് സാരമില്ലടാ. അതല്ല ഏട്ടാ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് സാറിന്ന് ഇവിടെ പറഞ്ഞത്.
കല്യാണം കഴിഞ്ഞ ശേഷം മോനൊക്കെ ആയിട്ട് ഞാൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ദേ നീ നോക്കി, ഞാൻ ജീവനോടെ നിൽക്കുകയല്ലേ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാ പോരാടാ, അല്ലേ? അപ്പോൾ ഇന്നാണ് ഡിസംബർ 31. പുറത്തുള്ള ഈശ്വരനെ റിപ്പീറ്റായിട്ട് കാണിച്ച ദിവസങ്ങൾ ഇല്ലാത്തൊരു ദിവസം. അതായത് ഇങ്ങനൊരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നമ്മളിനി ഈ ഗേറ്റ് അടയണവരെ കാത്തിരിക്കണം. ഞാനുണ്ട്. സാറ് ഇത് അടയൊന്നും തോന്നുന്നില്ല. സാറ് പറഞ്ഞതുപോലെ നമുക്ക് തലേദിവസത്തേക്ക് തിരിച്ചു പോയാലോ? ഏയ്, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാടോ, നോക്കാം നമുക്ക്. ഇപ്പോഴൊക്കെ 6 പേരായിട്ടുണ്ടോ? അപ്പോഴൊക്കെ ഒരു മരണം നടന്നിട്ടില്ലേ? നിങ്ങൾ 6 പേരും നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് കീ ഒരേ സമയം ഞെക്കണം. ഈ വീടൊരു ലൂപ്പ് പോലെയാ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുവരാം, നമ്മളെല്ലാവരും ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. ഈ ഗേറ്റിന് അപ്പുറത്ത് കടന്ന് തിരിച്ചു വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. യെസ്. എന്താ സാറേ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്താ സാറേ? നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. ഇവിടെ എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. എന്നാ വൈശാഖേ, ഇവിടെ ഈ ഗേറ്റ് അടയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ റിമോട്ട് കീ ഞെക്കി ഗേറ്റ് തുറക്കണം. അത് സാർ പറഞ്ഞതാണല്ലോ, പക്ഷേ ഈ ഗേറ്റ് അടയുന്നില്ലല്ലോ. അതെ, ഗേറ്റ് അടഞ്ഞാലേ ഞെക്കാൻ പറ്റൂ. ഗേറ്റ് അടയും. സാർ ഇത് എവിടേക്കാ പോകുന്നേ? സാർ ഈ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോകാൻ പോവാ. അതെന്തിനാ? സാറിപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ നാളെ ഇനി തിരിച്ചു വരുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നിവിടെ 6 പേരെ മാറും. അപ്പോൾ സാർ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങും? സാറിന് ഇനി വരാൻ പറ്റില്ല. സാർ പ്ലീസ് പോവല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാം. വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 6 പേരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഇതെല്ലാം ഓർമ്മയുണ്ടാകുക. ബാക്കിയുള്ള ആളുകളുമായി കണ്ട് സംസാരിക്കണം, എല്ലാം പറയണം. സോ ബാക്ക് ടു 2025. ബൈ. ഗേറ്റ് അടയുന്നു. സാറ് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടായി സാക്രിഫൈസ് ചെയ്തത്. നമ്മൾ ആരാണെന്ന് പോലും അറിയില്ല, പക്ഷെ നമുക്ക് വേണ്ടി ചെയ്തതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മളിവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇതെല്ലാം ഓർമ്മയുണ്ടാവും. അവർ ബാക്കിയുള്ളവരെ അറിയിക്കണം. ഇന്ന് മരിക്കേണ്ടത് ഞാനായിരുന്നു. എനിക്ക് വേണ്ടിയ സാറ്. നമുക്ക് എങ്ങനെയെങ്കിലും സാറിനെ പുറത്തിറക്കണം. അച്ഛൻ അത് നടക്കില്ല. ആകെയുള്ളൊരു വഴി നമ്മളിവിടെ നിൽക്കാന്നാ. പക്ഷെ സാറ് നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് നമ്മളിവിടെ നിന്നാൽ അത് സാറിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. നമുക്കെന്നാ പോയാലോ? ബാച്ചാ ഈശ്വരട്ടാ, വാ വാ. ഒരു മിനിറ്റ്.
രാവോരം തിരയുന്നു കാലടികൾ മായുന്നു കഥ തീർത്ത പുഞ്ചിരികളും ഒരു നേർത്ത ശ്വാസമതിലായിതാ നനവോർമ്മ താനെ ഇടയേ പലരായി നിറഞ്ഞ ചിരിയാകെയും പതിയെ തിരഞ്ഞു തനിയേ പകലിന്നുമേ കഥയായിടും നിമിഷങ്ങളും കനവായിടും മായുന്നു ഇന്നലകൾ മായുന്നു ഇന്നലകൾ താനേ നിമിഷങ്ങളിൽ തിരയുന്നു ഞാൻ മനസ്സേ ഇരുൾ മൂടുമീ വഴിയാകെയും തിരയുന്നു ഞാൻ പതിയെ ചിരിമായുമീ നിമിഷങ്ങളിൽ അറിയാതെ തേങ്ങവേ ഇരുൾ മൂടുമീ നിമിഷങ്ങളിൽ തനിയേ ഏകനായി ഇരുൾ മൂടുമീ നിമിഷങ്ങളിൽ തനിയേ ഏകനായി. എടാ അങ്ങോട്ട് മാറിക്കടോ. മോളെ അച്ഛനൊന്നും വിളിച്ച് മരിക്കും അച്ഛാ നമുക്ക് പോവാ അച്ഛാ. അച്ഛാ പ്ലീസ് അച്ഛാ പ്ലീസ് അച്ഛാ നമുക്ക് പോവാ അച്ഛാ. സോറി സോറി പോലീസ് സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്നേ. പിടി വിട്. സോറി സാർ സോറി. നിഷൻ സാറേ, നിഷൻ സാർ, നിഷൻ സാർ, നിഷൻ സാർ, സാറ് മരിച്ചിട്ടില്ലല്ലേ? എനിക്കത് മതി, അത് മതി സാർ. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ സാറിന് വേണ്ടി ഇവിടെ വന്നത്. ചില സമയത്ത് ഇങ്ങനെയാ, ഇത്തിരി കഴിയുമ്പോ മാറിക്കോളൂ. സാറേ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. താങ്ക് യു സാർ, താങ്ക് യു. അച്ഛാ പോവാ നമുക്ക്, പ്ലീസ് പോവാ, നമുക്ക് വീട്ടിൽ പോവാ. എന്താ ആന്റണി, സുഖമല്ലേ? സുഖമാണ് സാർ. പിന്നെ എവിടെ അവനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയായി സാർ. ഇനി ഞാൻ അവനെ വീട്ടിൽ പോയി ക്ഷണിക്കണോ? സാർ ആ വന്നല്ലോ. എന്ത് കോലവാടു. ഒരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിവുള്ള ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലാതെ സുഖചികിത്സയ്ക്കല്ല പോകേണ്ടത്. താൻ വല്ലോ കേക്കണ്ട. ഞാനൊരു കാര്യം പറയാം, നാളെ താൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഡിസ്മിസിൽ അടിച്ച കൈത്തരും. അവന്റെ ഒരു കേസ് അന്വേഷണം. പോടോ. തന്നോട് ഇനി പ്രത്യേകം പറയണോ? സാർ
ഞാൻ പറയണമെന്ന് കേൾക്കൂ സാറേ. ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. ഞാൻ പറയാം. നിക്ക്. സാറേ സാറേ ഇയാള് സാറിനെ നിശ്ചയ കണ്ടിട്ട് സാറേ. പോകുന്നു പറഞ്ഞു നിൽക്കുക. പ്ലീസ് സാറ് ജനിച്ചത് ജനുവരി 1-ാം തീയതി അല്ലേ? ഞാൻ ജനിച്ച ജനുവരി 1-ാം തീയതി. ഇവള് ജനിച്ച ജനുവരി 1-ാം തീയതി. അതുകൊണ്ടല്ലേ നമ്മളെല്ലാരും ആ വീട്ടിൽ പെട്ടുപോയത്. സാർ ഓർക്കുന്നില്ല? പ്ലീസ് സാറേ സാറാന്നാ വീട്ടിലായിരുന്നപ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാറിന് മാത്രം അറിയാവുന്നൊരു കാര്യം. അത് പറഞ്ഞ സാറിന് എല്ലാം ഓർമ്മ വരും.